ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ഉദ്ഘാടനവും കാത്തു ചരിത്ര സ്മാരകം. പുനലൂർ തൂക്കുപാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വൈകുന്നു. പുനലൂർ നഗരത്തിൽ നിന്ന് ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. പൊതുപ്രവർത്തകരും രംഗത്ത്. ചിരിച്ചും ചിന്തിപ്പിച്ചും ചിരിയുടെ രാജാവ് മാർ ക്രിസോസ്റ്റം വലിയ തിരുമേനി 96ാമത്തെ വയസ്സിലും തിരുമേനിയുടെ നർമ്മം കലർന്ന സംഭാഷണം മറക്കാനാകാത്ത അനുഭവമായി. വാർത്തകൾ വിശദമായി. ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണം പൂർത്തിയായി. ജനുവരി 15-ന് ഉദ്ഘാടനം നടത്തുമെന്ന പ്രഖ്യാപനം പാഴായി. തൂക്കുപാലം നവീകരണം പൂർത്തിയായി ജനുവരി 15-ഓടെ ഉദ്ഘാടനം നടത്തുമെന്ന പ്രഖ്യാപനം ജലരേഖ ആകുകയാണ്. 2 ഘട്ടങ്ങളിലായി 2 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പുനലൂരിന്റെ ചരിത്ര സ്മാരകമായ തൂക്കുപാലം പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നവീകരിച്ചത്. നവീകരണത്തിന് കമ്പകത്തടി ലഭ്യമാക്കുക എന്ന കടമ്പയും കടന്ന് നവീകരണം പൂർത്തിയായപ്പോൾ ഉദ്ഘാടനമെന്ന ബാലികേറാമല താണ്ടാനാവാതെ അധികൃതർ നട്ടം തിരിയുകയാണ്. തൂക്കുപാലത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന പുരാവസ്തു വകുപ്പാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടത്തേണ്ടത്. എന്നാൽ ഉദ്ഘാടനം ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ തർക്കത്തിലും ചുവപ്പ് നാടയിലും കുടുങ്ങി ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം സെന്റ് മേരീസ് സ്കൂളിന് സമീപം സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷം. KIP കനാൽ റോഡിന് മുകളിലെ കലുങ്ക് ഇരുട്ടിന്റെ മറവിൽ തകർക്കപ്പെട്ടു. പള്ളിമുക്കിൽ നിന്നും മാങ്കോട്ടേക്ക് പോകുന്ന പാതയുടെയും പത്തനാപുരത്തു നിന്നും സെന്റ് മേരീസ് സ്കൂൾ വഴി ഇളപ്പുപാറയിലേക്ക് പോകുന്ന പാതയുടെയും ഭാഗത്ത് 3 റോഡുകൾ ഒന്നിക്കുന്ന സ്ഥലത്ത് KIPയുടെ ചെറു കനാലിന് മുകളിലായി റോഡിന് സമാന്തരമായി KIP നിർമ്മിച്ച കോൺക്രീറ്റ് സ്ലാബിന് സൈഡിലായി സ്ഥാപിച്ചിരുന്ന കലുങ്ക് സാമൂഹ്യ വിരുദ്ധന്മാർ ഇടിച്ചു തകർത്തു. ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. തകർക്കപ്പെട്ട കനാലിന്റെ അവശിഷ്ടങ്ങളും കരിങ്കല്ലുകളും കനാലിൽ തന്നെ തള്ളിയിട്ട അവസ്ഥയിലാണ്. കനാലിന്റെ സ്ലാബിന് മുകളിലെ കലുങ്ക് തകർത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. രാവിലെ വന്നപ്പോൾ പാരാത്രിക്ക് എങ്ങാണ്ട് ചെയ്ത പണിയായത്. സാമൂഹ്യത്തിൽ വെള്ളം അടിച്ചിട്ടെങ്ങാണ്ട് ചെയ്ത പരിപാടി.
ഇത് എത്ര നാളായി ഇങ്ങനെ സംഭവിച്ചു? ഒരാഴ്ച. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വല്ല പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ടോ? പരാതി ഒന്നും കൊടുത്തില്ല. ഇവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ ആർക്കും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. രാവിലെ വന്നു ഒരു ഏറ്റവും കൂടുതൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പള്ളിമുക്കിൽ കിളപ്പുപാറയെന്നും സ്കൂളിൻ്റെ സെൻറ് മേരീസ് സ്കൂളായിട്ട് ഒരുപാട് വണ്ടി പോകുന്നത് ഒക്കെ ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ്. അങ്ങനെയാണ് രാവിലെ വന്ന് നോക്കുമ്പോൾ ഇവിടെ സാധനം കാണുന്നില്ല. വണ്ടി ഒന്നും ഇടിക്കുകയില്ല, തള്ളിക്കളഞ്ഞതാണ്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകളും നിരവധി വാഹനങ്ങളും കടന്നു പോകുന്ന പ്രധാന പാതയിലെ കലുങ്ക് തകർത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഈ മേഖലയിലേക്ക് പോലീസ് നൈറ്റ് പെട്രോൾ ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് മുന്നോടിയായി പത്തനാപുരത്ത് സംഘാടക സമിതി രൂപീകരിച്ചു. പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് മുന്നോടിയായാണ് പത്തനാപുരത്ത് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നത്. പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം CPM സംസ്ഥാന സമിതി അംഗം കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ ജാഥയുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ പാർട്ടി പ്രവർത്തകർ, പാർട്ടിയുമായി ബന്ധപ്പെട്ട ബഹുജന സംഘടനാ പ്രവർത്തകർ, ജനപ്രതിനിധികളെല്ലാം ഇക്കാര്യത്തിൽ ജനങ്ങളെ വിവരം അറിയിക്കാനും പരിപാടിയിലേക്ക് അവരെല്ലാം ക്ഷണിക്കാനും വേണ്ടി മുഴുവൻ വീടുകളിൽ ഭവന സന്ദർശനം നടത്തണം എന്നതാണ്. മറ്റെല്ലാ പ്രധാന പരിപാടികളും അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുമ്പോൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന ഒരു കാര്യമില്ല. നമുക്ക് ഫണ്ട് പിരിക്കാൻ കഴിയും, വലിയ ആർഭാടത്തോടുകൂടി ഏത് പരിപാടികളും ഏറ്റെടുത്ത് വിജയിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയും. നമുക്കിഷ്ടംപോലെ പ്രവർത്തകരെ അണിനിരത്താൻ ശേഷിയുള്ളതുകൊണ്ട് വലിയ തോതിലുള്ള പരിപാടികളൊക്കെ നടത്താൻ നമുക്ക്. CPM ജില്ലാ കമ്മിറ്റി അംഗം M മീരാപിള്ള ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ B ജയകുമാർ, H നജീബ് മുഹമ്മദ്, N ജഗദീശൻ, S സജീഷ്, ആനന്ദരാജൻ, ശ്രീദേവിയമ്മ, വിജയൻ, രാജേഷ്, എ ഷാജി, P ചെല്ലപ്പൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഫെബ്രുവരി 11 ഉച്ചയ്ക്ക് 2 മണിക്ക് പത്തനാപുരത്ത് എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിക്കും. ആലോചനാ യോഗം ഫാദർ KV പോൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ 67ാമത് റിപ്പബ്ലിക് ദിനാഘോഷം വൻ വിജയമാക്കണമെന്നും അതിനായി മുഴുവൻ പൌരാവലിയും മുന്നിട്ടിറങ്ങണമെന്നും പത്തനാപുരം ദയാറ സെക്രട്ടറി റവറന്റ് ഫാദർ KV പോൾ ആവശ്യപ്പെട്ടു. വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, വിവിധ അഭിപ്രായക്കാരുണ്ട്, അവരെല്ലാം ഒന്നിച്ച് സമ്മേളിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടിയാണ് നമ്മുടെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ആഘോഷം നടത്താൻ വേണ്ടിയാണ്. അത് ഏറ്റവും സന്നിധമായി ആഘോഷിക്കുമ്പോൾ നമുക്കതിൽ അഭിമാനം കൊള്ളുവാനും നമ്മുടെ എത്രമാത്രം ഇത് ഹൃദയപ്രദമാക്കി ഈ രാജ്യത്തോടുള്ള കൂറും ഈ സ്നേഹവും പ്രകടിപ്പിക്കുവാനും കിട്ടുന്ന അവസരമാണെന്ന് ചിന്തിച്ച് അതിൽ പ്രവർത്തിക്കുവാനും, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെല്ലാം ധാരാളം അനുഭവങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയുടെ വ്യതിയാനമായാലും മനുഷ്യൻ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നോക്കുമ്പോൾ പലപ്പോഴും പഴയ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം പുതിയ പുതിയ സംഭവ വികാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതൊക്കെ മാറണമെങ്കിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളൊന്ന് മാറ്റി നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന ചിന്തയിൽ പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ഇതുപോലുള്ള നമുക്ക് ഒന്നായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള മേഖലകൾ ഉണ്ടാകുമ്പോൾ അത് ഒന്നിച്ച് പ്രവർത്തിക്കുവാനും അവിടെ സംഗീത മനോഭാവത്തോടെ പ്രവർത്തിക്കാനും സാധിക്കും. പത്തനാപുരം ഫാത്തിമ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് നടന്ന റിപ്പബ്ലിക് ദിന ആലോചനാ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ വിജയത്തിനായി 101 അംഗ ജനറൽ കമ്മിറ്റിയും രൂപീകരിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, KN ബാലഗോപാൽ MP, KB ഗണേഷ് കുമാർ MLA എന്നിവർ രക്ഷാധികാരികളും H നജീബ് മുഹമ്മദ് ചെയർമാനും റവറന്റ് ഫാദർ KV പോൾ ജനറൽ കൺവീനറുമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് J നിഷ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C
സി രാജേന്ദ്രൻ, എം ഷേഖ് പരീദ്, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം, ഹരിപ്രകാശ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ഷാജി, എം ഫാത്തിമ ഖാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം എസ് എം ഷെരീഫ്, നസീമ ഷാജഹാൻ, ബിനു ദാനിയൽ, ഷാനവാസ് പള്ളിമുക്ക്, എം ടി ബാവ, ഗിരിജ മോഹനൻ, ഉമ്മൻ തോമസ്, ടി അയൂബ് ഖാൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ മണി സോമൻ, സുലോചനൻ എന്നിവർ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് വിവിധ കമ്മിറ്റികളുടെ ഭാരവാഹികളാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ വിജയത്തിനായുള്ള ആലോചനാ യോഗത്തിൽ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരത്തിൽ നിന്ന് ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് പൊതുപ്രവർത്തകരും രംഗത്ത്. പുനലൂർ നഗരത്തിൽ നിന്ന് ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനോട് ചേർന്ന് റോഡ് സൈഡിലായാണ് ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്നത്. സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഈ പ്രദേശത്ത് കൂടുതലാണ്. മദ്യപാന്മാർ തമ്മിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലും നഗരത്തിൽ ദിവസേന ഉണ്ടാകാറുണ്ട്. ഇത് വഴിയാത്രക്കാർക്കും മറ്റും വലിയ ഭീഷണിയാകുന്നുണ്ട്. മദ്യപാനികൾ വഴിയാത്രക്കാരെ മർദ്ദിച്ച സംഭവങ്ങളും നിരവധിയുണ്ട്. MLA റോഡിലേക്ക് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമെടുത്തിരുന്നെങ്കിലും നടപടിയായില്ല. പരിസരവാസികളുടെയും യാത്രക്കാരുടെയും സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഔട്ട്ലെറ്റ് ഉടൻ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് പൊതുപ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്. കടകാലിയാക്കൽ വിൽപ്പനയോടനുബന്ധിച്ച് ന്യൂ ഇയർ ഓഫർ 5/1/2016 മുതൽ 5/2/2016 വരെ. 500 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ തുണിത്തരങ്ങൾക്കും 60% ഡിസ്കൗണ്ട്. 500 രൂപയ്ക്ക് താഴെയുള്ള തുണിത്തരങ്ങൾക്ക് പകുതി വില. 100 രൂപ മുതൽ 200 രൂപ വരെയുള്ള ബ്ലൗസ് പീസ് 1 മീറ്റർ വെറും 40 രൂപ മാത്രം. 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് 1 മീറ്റർ വെറും 100 രൂപ മാത്രം. ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്, നിയർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ചെമ്മന്തൂർ ജംഗ്ഷൻ, പുനലൂർ. വെള്ളാച്ചിയുടെ ഇരട്ടക്കുട്ടികൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൗതുകമായി. ചിതറ കൊച്ചുപെരിങ്ങാട് സ്വദേശി രാജേന്ദ്രന്റെ പശുവാണ് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയത്. ചിതറ കൊച്ചുപെരിങ്ങാട്ട് RS വിലാസത്തിൽ രാജേന്ദ്രന്റെ പശുവാണ് വെള്ളാച്ചി. ഗർഭിണിയായിരുന്ന പശു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയത്. ഒരാൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കുമാണ് വെള്ളാച്ചി ജന്മം നൽകിയത്. മാസം തികയുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പശു പ്രസവിച്ചത്. രാത്രി 11 മണിയോടെ സുഖമില്ലാതായതിനെ തുടർന്ന് ഡോക്ടറെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഡോക്ടർ എത്തും മുമ്പേ പശു ഒരു കുട്ടിക്ക് ജന്മം നൽകിയിരുന്നു. ഡോക്ടർ എത്തി പരിശോധിച്ചപ്പോഴാണ് ഒരു കുട്ടി കൂടി ഉണ്ടെന്ന് വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് രണ്ടാമത്തെ കുട്ടിക്കും പശു ജന്മം നൽകി. വീട്ടുകാരുടെ ശുശ്രൂഷണത്തിൽ പശുവും കുട്ടികളും സുരക്ഷിതരായി കഴിയുകയാണ്. അപൂർവ സംഭവം കാണുവാൻ നാട്ടുകാർ ഇവിടേക്ക് രാവിലെ മുതൽ എത്തുന്നുണ്ട്. ഇന്നലെ രാത്രി ഒരു 7 മണിയായപ്പോഴത്തേന് അസുഖം തുടങ്ങി. മാസം തികഞ്ഞില്ലായിരുന്നു. ഇനി ഒരു 5 ദിവസം കൂടെ ആകുമ്പോൾ 9 മാസം തികയത്തുള്ളായിരുന്നു. അങ്ങനെ 11 മണി വരെ ഞാൻ കാത്തിരുന്നിട്ട് യാതൊരു വിവരമില്ല. പശുവിനെ നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. ആ കണക്കിനായിപ്പോയി. അങ്ങനെ
പിന്നെ ഞാൻ ഡാക്ടറെ വിളിച്ച് വിവരം പറഞ്ഞപ്പോഴത്തേന് പിന്നെ ഡാക്ടറായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ സാറിനെ തന്നെ വിളിച്ച് വിവരങ്ങൾ ഇതുപോലെ പറഞ്ഞു. വിവരം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് ഇനി ഞാൻ മെഡിക്കൽ കോളേജ് എൻ്റെ മിത്രത്തിൻ്റെ പോയിക്കൊണ്ടിരിക്കുക, രാത്രി 11 മണിക്ക് ശേഷമാണ്. അങ്ങനെ സാറ് പറഞ്ഞ് ഒരു കാര്യം ഞാൻ വേറെ ഡാക്ടറെ പറഞ്ഞു വിടാം, എന്താണെന്ന് വെച്ചാൽ എന്നെ അവിടെ പോയി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നെ രാത്രി 11 മണിക്ക് ശേഷം പിന്നെ ഇവിടുന്ന് ഒരു ആട്ടോ വിളിച്ച് ഞാൻ ആ ഡാക്ടറെ വീട്ടിൽ കുറ്റിക്കാട്ട് പോയി ഡാക്ടറെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് ഒരു കുട്ടിയെ പ്രസവിച്ച്. പിന്നെ ഡാക്ടർ വന്നപ്പോൾ പറഞ്ഞ് അടുത്തൊരു കുട്ടിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡാക്ടർ വന്നിട്ട് ആ കുട്ടിയും കൂടെ പ്രസവിക്കാറായി. അങ്ങനെ ഡാക്ടറും കൂടെ ചേർന്ന് സഹായിച്ച് ആ കുട്ടിയെടുത്ത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനരക്ഷാ യാത്ര ഫെബ്രുവരി 2-ന് പുനലൂരിലെത്തും. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പുനലൂർ ഈസ്റ്റ് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. ജനരക്ഷാ യാത്ര വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുനലൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ നമുക്ക് അനുകൂലമായ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാണിയുടെ പ്രശ്നത്തിൽ അന്വേഷിച്ച സുകേശൻ എന്ന് പറയുന്ന SP തന്നെ പറയുന്നു, മാണിയുടെ വീട്ടിൽ കൊണ്ടുപോയി പണം കൊടുത്തു എന്ന് പറയുന്ന ആളുകളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഇവൻ ആ പ്രദേശത്തൊന്നുമില്ല. മറ്റു പല ആളുകളും മാണിയെ കണ്ടു എന്ന് പറയുന്നവരുടെ മൊബൈൽ ലൊക്കേഷൻ വെച്ച് ഇവര് മാണിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്ന് പൊതുജനം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കള്ളത്തരമാണ്. എല്ലാ സമയത്തും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളെ ഇക്കിളിപ്പെടുത്തി അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് വോട്ടുകൾ നേടി അധികാരത്തിൽ വരുന്ന ഒരു സമ്പ്രദായമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിക്കുന്നത്. പുനലൂർ ഈസ്റ്റ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി നിയമിതനായ S രജരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുനലൂർ മധു XMLA, കരിക്കത്തിൽ പ്രസേനൻ, ഇടമൺ ഇസ്മയിൽ, സഞ്ജു ബുഖാരി, S താജുദ്ദീൻ, അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ, അഡ്വക്കേറ്റ് ജെറോം, N സുരേഷ് കുമാർ ബാബു, B ചന്ദ്രബാബു, PA ഇസഹാഖ്, മണിയാർ ബാബു, ഷിബു സാമുവൽ, സദാശിവൻ ആചാരി, AA ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും 1500ഓളം പ്രവർത്തകരെ ജനരക്ഷാ യാത്രയിൽ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു. N സുന്ദരേശൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ചിരിയുടെ രാജാവ് മാർ ക്രിസോസ്റ്റം വലിയ തിരുമേനി 36ാമത് പത്തനാപുരം സെന്റർ മാർത്തോമ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് തന്റെ പഴയകാല ജീവിതം പോലും ഓർത്തെടുത്ത് നർമ്മത്തിൽ പൊതിഞ്ഞ് അർത്ഥവത്തായ സന്ദേശം വിശ്വാസ സമൂഹത്തിന് നൽകിയത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് 30 ഏക്കറിൽ കൂടുതൽ സ്വത്തുണ്ടായിരുന്നെങ്കിൽ, നിലം ഉണ്ടായിരുന്നെങ്കിൽ വല്ല കേസുണ്ടോ? ഇല്ല. ഇന്ന് 30 ഏക്കറിൽ കൂടുതൽ സ്വന്തം പേരിലുണ്ട് ഉള്ള കേസ്. അന്ന് പാപമായിരുന്നത് ഇന്ന് പാപമല്ല അന്ന്. അതുകൊണ്ട് സമൂഹം അംഗീകരിക്കാത്ത ജീവിതം. മൂന്നാമത് പറയുന്നത് നീതി പ്രവൃത്തി. അത് രണ്ടാമത് എന്നാണ് നീതി പ്രവൃത്തി. നീതി എന്താണ്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ ചിലര് ഗൾഫിൽ പോയിരുന്നു വന്നവരാ അല്ലേ? നമ്മുടെ തിരുവിതാംകൂർ രാജ്യത്തെ തമ്പുരാക്കന്മാരുണ്ടായി. ഞാൻ ഒരു ഇടപ്പള്ളി തമ്പുരാന്റെ പ്രജയാണ്. 96ാം വയസ്സിൽ വാർദ്ധക്യ രോഗങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും പ്രസംഗവേദിയിൽ ഉന്മേഷവാനാണ്. നാവിൽ നിന്നും ഉരുത്തിരിയുന്ന ഓരോ വാക്കുകളും നർമ്മം കലർന്നതും അർത്ഥവത്താണെന്നതും ശ്രദ്ധേയമാണ്. പ്രസംഗശൈലി കൊണ്ടും അദ്ദേഹത്തിന്റെ വിനയം കൊണ്ടും ക്രിസോസ്റ്റം തിരുമേനിക്ക് ആരാധകർ ഏറെയാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ മതസംഘടനകളുടെ പരിപാടികളും തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായിട്ടുണ്ട്. വാർദ്ധക്യത്തിലും ചുറുറുക്കോടെ വേദി വിട്ടു വേദിയിലേക്ക് ജൈത്രയാത്ര തുടരുകയാണ് ചിരിയുടെ തോഴൻ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തലവൂർ തൃക്കൊന്നമർക്കോട് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഞായറാഴ്ച നടക്കും. രാവിലെ 7-ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പൊങ്കാല മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 7 മണിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തുന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും. പൊങ്കാല സമർപ്പണത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് അറിയിച്ചത്. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ജനുവരി 17-ാം തീയതി ഞായറാഴ്ച മകരം 3-ന് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് തലവൂർ പ്രദേശത്തും
ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രദേശത്തും ഹെൽത്ത് ഡിപ്പാർട്ടുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്നതുകൊണ്ട് പത്തനാപുരം, കൊട്ടാരക്കര, പുനലൂർ, അടൂർ എന്നീ ഡിപ്പോകളിൽ നിന്നും ബസ് സർവീസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് അതിരാവിലെ വന്ന് പൊങ്കാല സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കുടിവെള്ളം, മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അതിനുവേണ്ട അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അവരും ആ പരിപാടിയിൽ സജ്ജമായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി ഭക്തജനങ്ങൾ അന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നുള്ളതുകൊണ്ട് ക്ഷേത്രത്തിനകത്തെ മോഷണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ പോലീസ്, അതുപോലെ തന്നെ ക്യാമറ നിരീക്ഷണങ്ങൾ ഇവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ മഹസംരംഭത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആദരണീയനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അവറുകളാണ്. പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി തലവൂർ ദേവസ്വം പുതുതായി നടപ്പിലാക്കുന്ന ശ്രീദുർഗ തൊഴിൽദാന പദ്ധതിയുടെ ഉദ്ഘാടനം കൊട്ടാരക്കര റൂറൽ SP എസ് ശശികുമാർ IPS നിർവഹിക്കും. 8 ഓട്ടോറിക്ഷകളാണ് പദ്ധതിയുടെ ഭാഗമായി നൽകുന്നത്. ഞായറാഴ്ച നടക്കുന്ന പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ദേവസ്വം പ്രസിഡന്റ് T ജയപ്രകാശ്, KG ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, C സുരേഷ് കുമാർ, ഗംഗാധരൻ പിള്ള, അജിത് കുമാർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുരുവിക്കോണം സഹ്യാദ്രി സെൻട്രൽ സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മലയോര ഗ്രാമത്തിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച സഹ്യാദ്രി സെൻട്രൽ സ്കൂൾ ഇന്ന് പ്രൌഢിയുടെ നെറുകയിലാണ്. കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് ബഹുദൂരം മുന്നേറിയിട്ടുള്ള സ്കൂളിന്റെ വാർഷികാഘോഷവും പ്രൌഢഗംഭീരമായിരുന്നു. ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെയാണ് വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിച്ചത്. റവറന്റ് ഡോക്ടർ മദർ മേഴ്സി നെടുമ്പുറം SABSന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ അനീറ്റ SABS സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മറിയ റോസ് കൂടത്തിൽ SABS വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോബിൻ തൈപ്പറമ്പിൽ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ചന്ദ്രബാബു, രക്ഷാകർതൃ പ്രതിനിധി KB സുരേഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ ലീഡർ കുമാരി ജൂബി മറിയ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മേ, ഐറ്റസ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ഫ്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. ഇടമൺ പുഷ്പഗിരി സെൻട്രൽ സ്കൂളിന്റെ 7ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി V ശശിധരൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് സ്കൂൾ അങ്കണത്തിൽ സജ്ജീകരിച്ച വേദിയിലാണ് വാർഷികാഘോഷ ചടങ്ങ് നടത്തിയത്. ചടങ്ങ് കേരള ഒളിമ്പിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി P ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ തന്നെ കുടുംബമാണ് പ്രധാനം. നമ്മുടെ കുടുംബം എങ്ങനെയിരിക്കും, അതിനനുസരിച്ചിരിക്കും നമ്മുടെ സമൂഹം. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കുട്ടികൾ വരുന്നത്, അവരാണ് സമൂഹത്തിലെ വലിയ വലിയ ആൾക്കാരായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ കുടുംബത്തിലേറെ വളരെ തിരക്ക് പിടിച്ച ആൾക്കാരാണ്.
എല്ലാ അമ്മമാരും അല്ലെങ്കിൽ പിതാക്കന്മാരും അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഉദ്യോഗസ്ഥരാണ്. അവർക്കൊന്നും തന്നെ കുട്ടികളെ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നോക്കാൻ അല്ലെങ്കിൽ കെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ നിലയിൽ ഉണ്ടാകുന്നില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ ഉദ്യോഗത്തിൻ്റെയും മറ്റും ഭാഗമാണെങ്കിൽ പോലും ഇതിന് നമ്മൾ സമയം കണ്ടെത്തുകയും കുട്ടികളെ ലാളിക്കുകയും സ്നേഹിക്കുകയും അവരിലുള്ള അറിവുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കുടുംബത്തിൽ. സ്കൂൾ PTA പ്രസിഡന്റ് A. ജോസഫ് അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ ട്രസ്റ്റ് സെക്രട്ടറി ബാബു കുര്യൻ സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ K. ബഹാബുദ്ദീൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ വിശിഷ്ടാതിഥിയായിരുന്നു. ചടങ്ങിൽ സ്കൂൾ ട്രസ്റ്റ് ഭാരവാഹികളായ ഏലിക്കുട്ടി കുര്യൻ, ജോസ് കുര്യൻ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഉഷാദേവി MJ, സ്കൂൾ ഹെഡ് മാസ്റ്റർ സ്കറിയ, മാനേജർ ബിജു തോമസ് തുടങ്ങിയവരും പങ്കെടുത്തു. വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. Edamon 34. It is a well-reputed school in this locality. Ambaram charu chandrika dharaye murugidave. Sharadambaram charu chandrika dharaye murugidave. Puve puve parat puve manavittiri karalil tayo mohattin magarandam njan pagaram nalga. Vande vande varmugil vande palavattam paadiyadalle manavellam madhurakkanavai maaripoyi. പരിപാടിയിൽ പ്രദേശത്തെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും മാതാപിതാക്കളും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇനി ചരമറിയിപ്പ്. തെന്മല KIP ഡാം കോളനിയിൽ ആറ്റരികത്ത് വീട്ടിൽ രാമദാസ് നിര്യാതനായി. തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം R. സുരേഷിന്റെ പിതാവാണ്. CPM പ്രവർത്തകനായിരുന്ന രാമദാസ് തെന്മല ഡാം സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭാര്യ രാജം, സുരേഷ്, സുമേഷ്, സുനിത എന്നിവർ മക്കളും നിതാല, ബിബിത, പ്രമോദ് എന്നിവർ മരുമക്കളുമാണ്. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദ്ഘാടനവും കാത്തു ചരിത്ര സ്മാരകം. പുനലൂർ തൂക്കുപാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വൈകുന്നു. പുനലൂർ നഗരത്തിൽ നിന്ന് ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. പൊതുപ്രവർത്തകരും രംഗത്ത്. ചിരിച്ചും ചിന്തിപ്പിച്ചും ചിരിയുടെ രാജാവ് മാർ ക്രിസോസ്റ്റം വലിയ തിരുമേനി 96-ാമത്തെ വയസ്സിലും തിരുമേനിയുടെ നർമ്മം കലർന്ന സംഭാഷണം മറക്കാനാകാത്ത അനുഭവമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.